സ്കൂളുകളുടെ തെരഞ്ഞെടുത്ത് കൊടുക്കണം. ഇപ്പോൾ നമ്മൾ ഒപ്പുവെച്ചിട്ടുണ്ട്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, അടുത്ത വർഷത്തെ CAG റിപ്പോർട്ട് എന്താ പറയാൻ പോകുന്നത്? അടുത്ത വർഷത്തെ CAG റിപ്പോർട്ട് പറയാൻ പോകുന്നത് സംസ്ഥാനം കേന്ദ്രവുമായിട്ട് ഒപ്പിട്ട് സർവശിക്ഷാ അഭിയാൻ ഉൾപ്പെടെ കൺവേർട്ട് ചെയ്ത് ഒപ്പിട്ടതിൻ്റെ പേരിൽ ഒപ്പിട്ടതിന് ശേഷം നടപടിയെടുക്കാത്തതിനെ കൊണ്ട് കേന്ദ്ര സർക്കാർ കേൾക്കേണ്ട ഫണ്ട് നിങ്ങൾ മേടിച്ചില്ല എന്നാണ് CAG റിപ്പോർട്ട് വരാൻ പോകുന്നത്, ഇല്ലേ? അപ്പോൾ എന്ത് ചെയ്യും? ഇനി CAG റിപ്പോർട്ട് വന്നാൽ എന്താണെന്ന് ചോദിക്കാം. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പ്രതിപക്ഷത്തിൽ എന്താണ് ക്യാമ്പയിൻ നടത്തുമ്പോൾ, പ്രചരണം നടത്തുമ്പോൾ ഇത് CPM BJP ഡീലിന്റെ ഭാഗമാണ്, അവിശുദ്ധ കരാറാണെന്നൊക്കെ പറയുമ്പോൾ ഈ MOU ഉണ്ട്, ഈ കരാറെല്ലാം അവിടെ ഉണ്ട്, ഇത് പിന്മാറാൻ കഴിയില്ല നിങ്ങൾക്കറിയാം. എന്നിട്ട് നിങ്ങളത് പ്രചരിപ്പിച്ചു. അറബിക്കടലിലേക്ക് എറിയുമെന്ന് പറഞ്ഞു. എന്താ അറബിക്കടലിൽ സ്വീകരിക്കാൻ വിസമ്മതിച്ചോ? ഇപ്പോ ഹാഷ്മി ഞാൻ വ്യക്തത വരുത്താം. ഇത് മുഴുവൻ നടന്നത് CPM BJP ഡീലിന്റെ ഭാഗമായിട്ടാണ്. ആ CPM BJP ഡീലിന്റെ ഭാഗമാണെന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ആ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി പോലും അറിയാതെ അവരുടെ പ്രഖ്യാപിത നിലപാടിന് വിരുദ്ധമായി അവരുടെ ഘടകകക്ഷിയായ CPIയെ പോലും അറിയിക്കാതെ അത് ഒപ്പിട്ടതിനു ശേഷവും മന്ത്രിസഭയിൽ വന്നിട്ട് കള്ളം പറഞ്ഞത് നടത്തുന്നതിന് വേണ്ടിയാണ്. അതിന്റെ ഒരു ഉപചോദ്യം കൂടി ഞാൻ ചോദിക്കാം. അതിന്റെ ഒരു ഉപചോദ്യം കൂടി ഞാൻ ചോദിക്കാം. അത് അറിയാനുള്ള താല്പര്യം കൊണ്ടാണ്. വീണ തൈക്കണ്ടിയിലെ ED ചോദ്യം ചെയ്ത് കഴിഞ്ഞോ ഹാഷ്മി? ഇല്ല 8 മണിക്കൂറായി. കഴിഞ്ഞിട്ടില്ല. 8 മണിക്കൂറായി. ഇവിടെ കാവ്യവൽക്കരണത്തിന്റെ പേരിൽ കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയെ കൊണ്ട് മനുസ്മൃതിയുടെ ഈ പറയുന്ന മാനിഫെസ്റ്റോയ്ക്ക് വേണ്ടി, അല്ലെങ്കിൽ നേരത്തെ സ്വരാജ് പറഞ്ഞ പോലെ ഹിന്ദു രാഷ്ട്രത്തിന്റെ സംസ്ഥാപനത്തിന് വേണ്ടിയുള്ള വിചാരധാര പ്രകാരമുള്ള സിലബസിന് വേണ്ടി കേരളത്തെ കൊണ്ട് കേന്ദ്രത്തിന്റെ കാൽക്കൽ വെച്ചു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് സമരപരമ്പര തീർക്കാൻ കഴിയില്ല. കാരണം എന്താണ്? അതിന്റെ ഉത്തരവാദികൾ നിങ്ങളാണ്. സജീഷ്, എന്തൊരവസ്ഥയാണ്. ഹാഷ്മി, കുറേയേറെ കാര്യങ്ങൾ ഏതാണ്ട് എല്ലാവരും പറഞ്ഞു കഴിഞ്ഞല്ലോ. അതുകൊണ്ട് 1-2 കാര്യങ്ങൾ സൂചിപ്പിച്ചു പോകേണ്ടതുണ്ട്. അങ്ങേയറ്റം തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലാണ് ഇവിടെ ശ്രീ രാജു P. നായർ കാര്യങ്ങൾ അവതരിപ്പിച്ചത് എന്നുകൂടി കാണേണ്ടതുണ്ട്. അദ്ദേഹത്തിൻ്റെ വാചകത്തിനോടൊന്നും ഞാൻ പ്രതികരിക്കുന്നില്ല. അശ്ലീല ഇരട്ടത്താപ്പ് എന്നൊക്കെ പറയുകയാണ്. അതൊക്കെ സ്വയം കണ്ണാടി വെച്ച് പരിശോധിച്ചാൽ മതി എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഒന്ന്, SSK ഫണ്ട് പ്രാപ്യത, തുല്യത, അതുപോലെ ഗുണമേന്മ ഉറപ്പുവരുത്താൻ വേണ്ടി കേന്ദ്ര സർക്കാർ നൽകുന്നതാണ്. അതെല്ലാ സംസ്ഥാനത്തിനും കേന്ദ്ര വിഹിതം പോലെ നൽകുന്നതാണ്. ഈ കരാറിലെ MOU ഒപ്പിട്ടതിന് ശേഷവും MOUയിൽ നിന്ന് പിന്മാറിയ ശേഷവും എല്ലാം തന്നെ നമ്മൾ ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ആ പണം പൂർണ്ണമായിട്ടല്ലെങ്കിലും അല്പാൽപമായി ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. നവംബർ മാസത്തിൽ, ഇത് 2025 ഒക്ടോബർ 23-നാണല്ലോ MOU വരുന്നത്. 4 പിന്നീട് നവംബർ മാസത്തിൽ തന്നെ അതിൽ നിന്ന് പിന്മാറുന്ന കത്ത് കേന്ദ്ര സർക്കാരിന് സമർപ്പിക്കുന്നു. അതിനുശേഷം പിന്നീട് പണം ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. 2026 മാർച്ച് 27 ഇതുമായി ബന്ധപ്പെട്ട യോഗം അതിൽ നടത്തിയ സമ്മർദ്ദം, അതിന്റെ ഭാഗമായി ഫണ്ട് ലഭിച്ചിട്ടുണ്ട്. ഞാൻ പറയട്ടെ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.